ഞാൻ ഇന്നലെ മമ്മൂക്കയുടെ ഒരു ഫാനാണല്ലോ. മമ്മൂക്കയുടെ ഒരു പാട്ട് ഞാനങ്ങ് പാടിക്കോട്ടെ. അറിയോ ഒരു പാട്ടങ്ങ് പാടിക്കോട്ടെ. രണ്ടൊരു പാട്ട് പാടിക്കോട്ടെ. ദിലീപാണ് ഏറ്റവും വലിയ നടനാണ്. ആണെന്തായാലും ഈ അവസരത്തിൽ ഇപ്പൊ ഒരു ദിലീപ് സിനിമ കണ്ടു പറഞ്ഞ ആളാണ്. ദിലീപേട്ടൻ ചെയ്യുമ്പോൾ പാട്ട് ചേർന്ന് പാടിക്കോട്ടെ. സൈസിലായതുകൊണ്ടാണ്, ബോഡി സൈസിലായതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു പാട്ട് പാടിക്കോട്ടെ. ഒരു പാട്ട് പാടിക്കോട്ടെ. പാടും കുറെ പാടാൻ പാട്. അതാ എനിക്കൊരു അവസരം കിട്ടി ഇവിടെ പാടാൻ വേണ്ടേ? പാടുന്ന അല്ല, ഇവിടെ ഞാൻ ചോദിച്ചിട്ടില്ലേ പാട്ട് പാടാൻ പാടില്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറയട്ടോ. ഇന്റർവ്യൂ ചെയ്യാൻ വന്നതിന് ഇന്റർവ്യൂ ചെയ്യാൻ പോവുക കേട്ടോ. കേട്ടോ കേട്ടോ ശരീരത്തോട്ട് ഒരു പാട്ട് പഠിക്കട്ടെ എന്തും ചെയ്തു. ശരീരത്തോട്ട് പരിപാടി വേണ്ട. ഇന്റർവ്യൂ എടുക്കേണ്ട ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സഹകരിച്ചിരിക്കുക. അല്ലെ വേറെ കളി മാറേ കേട്ടോ. കളി മാറും. ഹായ് ഓൾ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോ ഞാൻ ലിൻജോസ് പെരേര. അപ്പോ ഞാനിതൊരു പുതിയ പടം കണ്ടു, പവി കെയർടേക്കർ, ദിലീപന്റെ പടമാണ്. അപ്പോ തങ്കമണി ബാന്ദ്ര എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപന്റെ ഒരു തിരിച്ചറിവ് ചിത്രമാണ്. പിന്നെ കാരണം അതൊരു മാസമായിരുന്നു. ഇപ്പൊ ഇത് കോമഡി എന്റർടൈൻമെന്റ് മാസ് പടമാണ്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു എന്റർടൈൻമെന്റ് പടമാണ്. കാരണം പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, തെങ്കാശി പട്ടണം, പറക്കും തളിക, മായാമോഹിനി, മിസ്റ്റർ മരുമോൻ, മൈ ബോസ് എന്നീ സിനിമകൾക്ക് ശേഷം കോമഡികളുടെ രാജകുമാരൻ ദിലീപേട്ടൻ, ജനപ്രിയ നായകന്റെ ഒരു ജനപ്രിയ ചിത്രം തന്നെ പറയാം. അതിനെപ്പറ്റി പറയുമ്പോ തന്നെ കണ്ടപ്പോ തന്നെ കുളിര് വന്നു. കാരണം ആ ഒരു BGM ഒക്കെ ഒരു തോന്നിയിട്ടുണ്ട്. കാരണം ഉദ്ദേശിച്ചത് എന്താണ്? അതൊക്കെ ഒരു ഓസം പെർഫോമൻസ് ആണ് ദിലീപന്റെ ആ ഒരു ഓട്ടം ഉണ്ട്. ഒരു മനപ്പട്ടിയെ പിടിക്കാനായിട്ട് മേളിക്കറുന്ന സീക്വൻസ് ഒക്കെ അതൊക്കെ പട്ടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മറ്റേ ഇതില് ഒരു കിച്ചൺ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കിയിട്ടുണ്ട്. കാരണം വിനീത് കുമാറിന്റെ ഡയറക്ഷൻ മികച്ചാണ്. പിന്നെ പട്ടിയായിട്ട് ഒരു ബ്രോ എന്ന് പറഞ്ഞ പുള്ളി ഡോഗായിട്ട്. അപ്പൊ അതൊക്കെ പിന്നെ പുതുമുഖ നായികയായിട്ട് പുതിയ നായിക ആരാണ് അവസാനം മനസ്സിലാവുള്ളൂ. ആരാണ് പേര് പറയരുത്. അതെ, സസ്പെൻസ് അല്ല, ഭയങ്കര സെന്റിമെന്റ്സ്, അതുപോലെ തന്നെ കോമഡി, സ്റ്റണ്ട് എല്ലാം വർക്ക്ഔട്ട് ഒരു മൂവിയാണ്. കാരണം മലയാള സിനിമയില് ഈ കഥാപാത്രം ചെയ്യാനായിട്ട് മമ്മൂട്ടിക്കോ ലാലേട്ടനോ സാധിക്കില്ല. കാരണം പറയില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണ്. പക്ഷെ ദിലീപേട്ടൻ ചെയ്തപ്പോ ജനങ്ങള് അദ്ദേഹത്തിന് മറ്റൊരു സാധിക്കില്ലെന്നല്ല, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് മമ്മൂക്കയോ ലാലേട്ടനോ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യത്തില്ല. കാരണം ഒരു സെക്യൂരിറ്റിയുടെ ക്യാരക്ടർ, ഒരു കോമഡിയൻ ആയിട്ടുള്ള ക്യാരക്ടർ, അത് ദിലീപേട്ടനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ലാലേട്ടൻ തന്നെ വക്കീലിന്റെ വേഷമില്ല, ബി ഉണ്ണികൃഷ്ണൻ ചെയ്ത വക്കീൽ ബാലൻ വക്കീല് ദിലീപിനോടും പറഞ്ഞു, ദിലീപിനെ കുറച്ച് നല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചില പടം ലാലേട്ടൻ വെട്ടം മോറാൻ ചെയ്യേണ്ടതായിരുന്നു, അത് പറഞ്ഞു ദിലീപ് ചെയ്ത ആളെ. പക്ഷേ പഴയകാല ലാലേട്ടന്റെ സിനിമകൾ ഓർമ്മിക്കുക. പക്ഷെ ഇത് രണ്ടു പടം ലാലേട്ടൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ദിലീപേട്ടനെ സമ്മതിക്കണം. കാരണം CID മൂസ 2020 ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തത് ദിലീപേട്ടനാണ്. 2020 വിടുവെച്ച് ദിലീപിനെ പറ്റും, ഒരാൾക്കും പറ്റില്ല. അപ്പൊ 2020ക്ക് ശേഷം ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ചിത്രമാണ് ഈ നമ്മുടെ ഈ പവി കെയർടേക്കർ എന്ന സിനിമ. കാരണം കേശുവിനാഥൻ OTT-ലായിരുന്നു. അത് OTT-ലേക്ക് മോശം നല്ല പടമായിരുന്നു. ആണെങ്കിലും പല TV ചാനലിലും പടം വന്ന് അല്ലെ. സാധാരണ സാറ്റലൈറ്റ് നിങ്ങൾ എല്ലാ റിവ്യൂ പറയും കോമഡി അപ്പൊ സെന്റിമെന്റ്സും ഉണ്ട്. ഇതില് പവിത്ര എന്ന കഥാപാത്രത്തെ പറ്റി പറയാം. കഥാപാത്രം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്, ഒരു ആഡംബര ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം പോകുന്ന ചുറ്റുപാടുകളിൽ
അടിക്കേണ്ട സാഹചര്യം വന്നാൽ കാരണം ഒരു സ്റ്റണ്ട് ഉണ്ട്, നല്ല സ്റ്റണ്ട് സീക്വൻസ്. ദിലീപേട്ടൻ പല പല സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് റൊമാൻസ് സിനിമയിലെ, പല പല സ്റ്റണ്ട് സീക്വൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ദിലീപേട്ടന്റെ. പക്ഷെ അതൊക്കെ വേണ്ട, പല സീക്വൻസ് നമുക്ക് വേണ്ടെന്ന് തോന്നും പല ദിലീപേട്ടനാണ് ഡാൻസ് ചെയ്യും. പക്ഷെ ഇത് സ്റ്റണ്ടിന് വേണ്ടി കുത്തിക്കയറ്റിയതല്ല, ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ആ ഒരു സീക്വൻസ്. ആവശ്യമുള്ള സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആ വ്യക്തിക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു സീനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ കാലത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ താഴ്ന്നു പോകും ഇങ്ങനത്തെ ഗുണ്ടകളൊക്കെ വരുമ്പോ. ഇതില് സിനിമയിൽ മാത്രമേ ഇങ്ങനെ കാണിക്കാൻ പറ്റൂ. റിയൽ ലൈഫിൽ സെക്യൂരിറ്റിക്കാരൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മള് സല്യൂട്ട് ചെയ്യും. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, ഈ സിനിമ വരുന്നതിന് മുമ്പ് ഒരു കുറെ വാർത്തകള് സെക്യൂരിറ്റി സാധാരണക്കാരനായിട്ടുള്ള ഈ ബൗൺസേഴ്സ് ഒക്കെ അടിക്കുമായിരിക്കും. ദിലീപേട്ടന്റെ പേജിന് താഴെ ഭയങ്കര കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, നെഗറ്റീവ് കമന്റ് പടത്തിനെ കുറിച്ച്. പക്ഷെ പലരും ഇങ്ങനെ എഴുതുവാണല്ലോ ദിലീപേട്ടന്റെ പടത്തിന്, ഈ നെഗറ്റീവ് ഇട്ടവർക്ക് അടിയായി പോയി, പടം വിജയിച്ചു. പുള്ളിക്കാരെ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട്. ദിലീപ് ആയാലും മോഹൻലാൽ ആയാലും പടം ഒന്ന് ആവറേജ് വന്നാൽ നന്നായിട്ട് ഓടും. കാരണം ഫാൻസ് ഫോളോയിങ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകളാണ് കൂടുതലും. എന്നാൽ തിയേറ്ററിൽ സ്ത്രീ ഓഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നു, ഒരുപാട് ഓഡിയൻസ്. ദിലീപേട്ടനെ പറ്റി പറയുമ്പോൾ ദിലീപേട്ടൻ ജനങ്ങൾക്കിടയിൽ കൂടി പബ്ലിസിറ്റി നടന്ന ആളാണ്. അതെല്ലാവരും ഉണ്ട്. മമ്മൂട്ടി പോലെ വരാത്ത കാരണം ബിക്കോസ് അവർക്ക് വന്ന് ഭയങ്കര തിരക്കായിരിക്കും. ദിലീപേട്ടനെ പോലത്തെ ഒരാള് ഒരു ആക്ടർ തിയേറ്ററിൽ വിസിറ്റ് ചെയ്യുക, ബസ്സിൽ വരെ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ ദിലീപിന് 2000 കഴിഞ്ഞ കിഡാണ്. ഇങ്ങനത്തെ പബ്ലിസിറ്റി ദിലീപേട്ട ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിലീപേട്ടൻ എന്ന് പറഞ്ഞ കൊച്ചിൻ കലാഭവനോട് മിമിക്രി ചെയ്ത് വന്നൊരു കലാകാരൻ. ആലുവക്കാരനല്ല, മിമിക്രി ചെയ്ത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ജനപ്രിയ നായകനെ മാറി അമ്പലപ്പറമ്പുള്ള മിമിക്രി അവതരിപ്പിച്ചു വന്നൊരു കലാകാരനാണ്. അപ്പൊ അത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടോ പണ്ട്? മിമിക്രി കാണാൻ സാധിച്ചില്ല. പക്ഷെ മിമിക്രി കാസറ്റ് നമ്മുടെ കാലത്തൊക്കെ ദേമാവരി കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റ് നാദിഷൊക്കെ തുടങ്ങിയപ്പോ തന്നെ ദിലീപേട്ടൻ മണിച്ചേട്ടൻ കൂട്ടുകളിലൊക്കെ എന്ന് പറയും. അപ്പം ദിലീപേട്ടൻ അതായത് സാധാരണ രീതിയിൽ കയറി വന്നൊരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ടല്ല ദിലീപേട്ടന്റെ ഓരോ വെസ്റ്റലായിട്ടുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റും. കാരണം മായാമോഹിനി പോലത്തുള്ള 2020 പോലത്തുള്ള സിനിമകൾ, പിന്നെ എന്താണ് ബാലമക്കീൽ, കുഞ്ഞിക്കൂനൊക്കെ ഈ സിനിമയൊക്കെ ഈ കേരളത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നമുക്ക് ദിലീപേട്ടനെ സമ്മതിച്ചു കൊടുക്കണം. കാരണം കുറെ സീക്വൻസിൽ ദിലീപേട്ടനെ മാത്രം ഫോക്കസ് ചെയ്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ആ ഒരു സീക്വൻസിൽ അഭിനയിക്കുകയും കൂടി ചെയ്തിട്ടില്ല. കാരണം ഒരു സോങ് സീക്വൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതില് സെക്യൂരിറ്റി ഓഫീസർ ആയിട്ട് നമ്മുടെ ദിലീപേട്ടൻ ഒരു സീക്വൻസിൽ മയത്ത് കുളിച്ചിരിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊരു ജനപ്രിയ നായകനെ മാത്രമേ ഒറ്റയ്ക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ക്രൂ കൂടെ ഉണ്ടാവും, പക്ഷെ ഒറ്റയ്ക്ക് ആ ക്യാമറക്ക് മുന്നിൽ നിൽക്കണമല്ല. ആദ്യം കണ്ട വിലും കാര്യസ്ഥനല്ലേ, വിവരം ദിലീപിന്റെ പടം കണ്ടു വളർന്ന ആളാണ്. 2000 കഴിഞ്ഞ പിള്ളേരല്ലേ ദിലീപ് ഫാൻസ് ആണ്. ഇഷ്ടപ്പെട്ടത് എന്റെ അങ്കിള് ഡേവിഡ് ജോസ് ആണ് എനിക്ക് കാണിച്ചത് സീരീസ്. പിന്നെ വേറെ കാണാൻ ദിലീപിന്റെ പടങ്ങളിലെ വൃത്തികേട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കാണാം. കുടുംബസമേതം വൾഗറിറ്റി തോന്നിയത് മായാമോഹിനി കണ്ടപ്പോഴാണ്. അത് കോമഡി അല്ലേ, കോമഡിയാ. അത് ആളുകള് സമ്മതിച്ചെടുക്കണം. കാരണം മലയാള സിനിമയിൽ പോലും ചെയ്യാൻ പറ്റാത്ത റോളാണ് ദിലീപേട്ടൻ അതിൽ ചെയ്തത്. കാരണം മമ്മൂട്ടി ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും പെൺവേഷം ഇതുവരെ ചെയ്തിട്ടില്ല. മനസ്സിലായി? അത് സമ്മതിച്ചു കൊടുക്കണം. കാരണം ദിലീപ് വന്നപ്പോ ആദ്യം വിളിച്ചിട്ട് മോഹൻലാലാണ് നന്നായി ചെയ്യണം പറഞ്ഞു. നന്നായി മോഹൻലാൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല റോളാ കിട്ടിയതാണ്. ദിലീപ് വിളിച്ചു പറഞ്ഞു എനിക്ക് പറ്റിയ റോളാണ്, നന്നായി ചെയ്യണം പറഞ്ഞാണ്. ചാന്തുപൊട്ടിലൊക്കെ വ്യത്യസ്തമാണ് അങ്ങനെ അഭിനയിക്കാൻ ദിലീപേട്ടനെ പറ്റും. ട്രെയിനതാ ശരിക്കും അല്ലേ? കാരണം ആ യുവതിയിൽ നിന്ന് കൊറേ അന്തനായി അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് കമലാസ് ഗോപാലൻ അങ്ങനെയൊക്കെ. വേറെ ഈ കുഞ്ഞിക്കൂനം പോലെ മേക്ക് ഓവറുള്ള ഒരുപാട് വേഷം ചെയ്തിട്ടുണ്ട്. സാൻഡിയിലും സാൻഡി ആയിട്ടാ. പിന്നെ വേറെ കുറെ ഇവിടെ ഉണ്ട് കാണാം. ചെസ്സില് അന്തനായിട്ട്
പിന്നെ ചക്കരം പൊട്ടനായിട്ട് പിന്നെ ഈയിടെ ഇറങ്ങി പടമല്ലേ തങ്കമണിയില് മേക്ക് ഓവർ ഉണ്ട്. അങ്ങനെ വേറെയും കുറെ ഉണ്ട്. കുറെ വേഷം കമലാസ്റ്റിനോട് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചക്കുതിര അത് തന്നെ പച്ചക്കുതിര. ഈ പാട്ടെന്ന് പറയുമ്പോ ദിലീപന്റെ പടം എനിക്ക് സെക്കൻഡ് ഹാഫ് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ ചില കോമഡി വർക്കൗട്ട് ആവാൻ പോയിട്ടുണ്ട്. ചില കോമഡി എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്. 5 നായികമാര് കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ശരിയാ. കാരണം മലയാള സിനിമയിൽ ഇപ്പോ ഒരു ആവർത്തന വിരുദ്ധത കാണിക്കുന്നുണ്ട് പലപ്പോഴും. വന്നവർ തന്നെ വീണ്ടും സിനിമയിൽ എന്തായാലും കാണിക്കാത്ത ദിലീപേണ്ട നായികയായിട്ട് സെലക്ട് ചെയ്ത കുട്ടി ഇനി അവസരം കിട്ടും. കാരണം നല്ല ഭംഗിയാണ്, നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നുണ്ട്. നല്ല അല്ലേ? എല്ലാവർക്കും ടച്ച് ചെയ്യാൻ പറ്റും. ഒന്നും കരഞ്ഞിട്ടൊക്കെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് അത് പറഞ്ഞ പോലെ ഇരിക്കും. വില്ലൻ സിനിമയാണ്. ഇമോഷണലുടെയും കോമഡിയുടെയും ഫുൾ കോമഡി ആയിരിക്കും. കോമഡി അപ്പം തന്നെ റൊമാൻസും ഫൈറ്റും എല്ലാം ഫൈറ്റ് ഒരെണ്ണാണെങ്കിൽ നന്നായിട്ട് നായ സ്നേഹിക്കുന്ന സീൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ നായം കൊണ്ട് അവിടെ സമ്മതിക്കണം. അത് സീൻസ് ഉണ്ടല്ലോ. അതുപോലെ മഴ നനഞ്ഞ നായ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ എനിക്ക് വേണ്ടി പറ്റുമോ എനിക്ക് അങ്ങനെ നായ്ക്ക് ആക്സിഡന്റ് പറ്റുമോ അങ്ങനെ പേടി ഉണ്ടായിരുന്നു. അത് കാണാൻ പറ്റില്ല നമുക്ക്. അത് പ്രതീക്ഷയില്ലാണ്ടായി ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ കൊണ്ടുപോയത് അല്ലേ? ഒരു വില്ലത്തിയായിട്ട് ചെയ്തില്ല ഒരാള് ഹൗസിന്റെ ഓണറായിട്ട്. അത് വില്ലത്തിയല്ല, അതാ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. രാധിക ശരത് കുമാർ ഒരു രാമനിലെ ശേഷം വരുവാണ്. വേറെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. ചെറിയ റോള്. പിന്നെ വേറെ ഉണ്ട് കുറെ ആർട്ടിസ്റ്റ്. പിന്നെ നമ്മുടെ ധർമ്മജൻ അഭിനയിച്ചു. പിന്നെ ഉണ്ട് നമ്മുടെ പിന്നെ പ്രത്യേക കാര്യം രാജേഷേട്ടനല്ലേ കഥ എഴുതിയാണ്. അദ്ദേഹം പിന്നെ അതൊരു വക്കീലിന്റെ വേഷം ചെയ്തു. അദ്ദേഹം മൂവി കാണാനുണ്ടായിരുന്നു, തിയേറ്ററിലുണ്ടായിരുന്നു. പിന്നെ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞ മൂവി അദ്ദേഹം കഥ എഴുതിയായിരുന്നു. പടം സൂപ്പർ ഹിറ്റാണ്. രാജേഷേട്ടൻ നല്ലൊരു സ്റ്റോറി. നായകന്റെ തിരിച്ചുവരവാണ്. അത് തന്നെയാണ് ജനപ്രനായകന്റെ ഒരു ചിരിച്ചിത്രത്തിനോട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതും വോയിസ് ഓഫ് സത്യനാഥനായിരുന്നു അവസാനം പുറത്തിറങ്ങി. പിന്നെ ആ ഫോണിലൂടെ സംസാരിക്കുന്ന അമ്മ ആ കഥാപാത്രമല്ലേ, ആ ഫോണിലൂടെ മാത്രം ഉള്ളെങ്കിലും ആ സംസാരം, വിളി, ഇതൊക്കെ പുതുമയുണ്ട്, ഒരുപാട് പുതുമയുണ്ട്. നെഗറ്റീവ് പറയുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം നെഗറ്റീവ് പറയുന്ന എല്ലാവരും എനിക്കൊരു കാര്യം പറയുള്ളൂ. സിനിമ നമ്മൾ കണ്ടിട്ട് പറയാം. കാരണം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. കുറച്ച് ഒരുപാട് പേരെ കഷ്ടപ്പാടാണ് സിനിമ. ഒരുപാട് പേരെ കഷ്ടപ്പാടാണ്. കാണാണ്ട് അതിന്റെ താഴെ പോയിട്ട് അത് മോശമാണ് എന്ന് പറയുമ്പോ ചിലപ്പോൾ ഒരാളൊരു ഫാമിലി ഞാൻ തന്നെ ആദ്യം കുറച്ച് നെറ്റ് കൊടുക്കുകയാണ്. അത് ഞാൻ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോ മനസ്സിലായ അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. അത് കഴിഞ്ഞ് ഞാൻ എന്തറിയോ, എനിക്ക് പടം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും. കൊടുക്കില്ല, നെഗറ്റീവ് കൊടുക്കില്ല. നെഗറ്റീവ് കൊടുക്കില്ല. കാരണം അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ അറിയില്ല. ഈ റിവ്യൂ വളരെ എളുപ്പമുള്ള പണിയാണ്. ഈ റിവ്യൂ ചെയ്യുന്ന ഒരു സിനിമയിൽ കാണണം, ഉണ്ടാക്കി ലൊക്കേഷനിൽ പോകണം. അപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. സപ്പോർട്ട് ചെയ്യണത് ഒരു ദിവസം അവരുള്ള തീർച്ചയായിട്ടും ഒരാഴ്ചയെങ്കിലും ആ പടം തിയേറ്ററിൽ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അവരാ കഷ്ടപ്പാടിന്റെ ഒരാഴ്ചയെങ്കിലും കളിച്ചല്ലോ സിനിമ. എല്ലാവരും വിചാരിക്കും സിനിമ കോമഡി ആയതുകൊണ്ട് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുക. അങ്ങനെയല്ല, പൃഥ്വിരാജ് വേണ്ട, നിങ്ങൾ കാണാൻ വരുന്ന ലാഭത്തിലല്ല സിനിമ ഉണ്ടാക്കണം. ഒരു കടന്നൽ കൂടെ സിനിമ ഞാൻ ചെയ്തായിരുന്നു. ആ സിനിമ റിവ്യൂ പറഞ്ഞ നല്ലൊരു മൂവിയായിരുന്നു അല്ലെ? ആ സിനിമയുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒരാഴ്ചയാണ് ഓടിയുള്ളൂ, നോമ്പിന്റെ സമയമായിരുന്നു. അതാണ് അവർ പറയുന്നത് ബ്രീത്തിങ് സ്പേസ് കൊടുക്കാൻ. ഒരു 2-3 ദിവസമെങ്കിലും ആൾക്കാർ കാണട്ടെ. ഇപ്പൊ ജാഫർക്കാരുടെ ഒരു മൂവിയായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്താ പറയുക, കുഞ്ഞു പടമായിരുന്നു. ചില ആൾക്കാർ നെഗറ്റീവ് കൊടുക്കുന്നത് എന്താ അറിയോ, നെഗറ്റീവ് കൊടുക്കുന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി. പിന്നെ ചില ആൾക്കാര് ഒരു നെഗറ്റീവ് ആയിട്ട് പറയണം, ഒരു സുഖം കിട്ടുകയാണ് അവർക്ക്.
ഇപ്പൊ ചില ആൾക്കാരെ മമ്മൂട്ടി ലാലേട്ടന്റെ പടങ്ങൾ വരുമ്പോൾ 2-3 ആഴ്ചകൾ കളിക്കും. പക്ഷെ ദിലീപന്റെ പടങ്ങൾ ഇപ്പോ റിലീസ് ദിവസം തന്നെ പറഞ്ഞത് 3 ദിവസമേ ഓടുള്ളൂ, അപ്പൊ തന്നെ മാറ്റി വന്നു. അത് സങ്കടപരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട ഒരു ലാലേട്ടൻ മമ്മൂക്കിക്ക് പേരില്ല, അത് വേറെ തളർത്താൻ പാടില്ല ഒരു സിനിമ ഇത്രയും നല്ല രീതിയിൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട മനസ്സിലാക്കേണ്ട കോമഡി പുറകിലാരോ വിളിച്ചോ അരികിൽ നീ വന്നോ അത് കേക്കണ്ട, പാട്ട് എഴുതിയാണ്. എന്തായാലും വിളിച്ചു നല്ലൊരു പാട്ട് കേട്ടോ. വിനീത് കുമാർ നല്ല രീതിയിൽ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ വിനീത് കുമാർ തകർത്താടി അഭിനയത്തിൽ ദിലീപേട്ടോടൊപ്പം. അടുത്ത പടം ഭയങ്കരമായിട്ട് കൺമഷി ഉണ്ടാണ്. കൺമഷി ഇല്ല കൺമഷി എന്ന് പറയുമ്പോൾ മറ്റേ മണിച്ചേട്ടൻ വില്ലനൊക്കെ ആയിട്ട് വന്നു. വില്ലനല്ല, അവര് ആ സിനിമയ്ക്ക് എന്ന് പറയുന്നത് അതുപോലത്തെ സിനിമ നായകനാണെന്നല്ലോ അവര്. പിന്നെ ദേവദൂതൻ അഭിനയത്തിൽ നിന്നും ഡയറക്ഷനിലേക്ക് വന്നപ്പോ അണ്ണൻ എന്ത് തോന്നി? എന്ത് തോന്നി? നന്നായിട്ട് ചെയ്തല്ലേ? ഇനി നല്ല നല്ല സിനിമകൾ ദിലീപിന്റെ പടമാണ് പുള്ളി. ലാലേട്ടന്റെ പടം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ അവികേട്ടേക്കർ ഇപ്പൊ ആലോചിച്ച സിനിമ 5 വർഷം മുമ്പ് കഥ എഴുതി പൂർത്തിയാക്കിയത്. അതിന്റെ കുറച്ച് ടെക്നിക്കൽ എറർ കൊണ്ടാണ് ഇത്രയും വർഷം എടുത്തത്. അപ്പൊ കഷ്ടപ്പെട്ടാണ് ഓരോ സിനിമകൾ പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുമുഖ നായകന്മാരെ വെച്ചും അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് വന്ന് ജനം ഇടിച്ച് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദിലീപന്റെ സിനിമ വിജയിപ്പിക്കണം, ഒരു 100 ദിവസം കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ദിവസങ്ങളല്ല, ഇപ്പൊ മൾട്ടിപ്ലക്സ് ദിവസമല്ല, കണക്ഷനാണ്. ഇപ്പൊ 100 ദിവസം 50 ദിവസം അങ്ങനെയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കൊച്ചുകുട്ടികൾക്ക് മുതൽ പ്രായമായ ഒരു വൾഗാരിറ്റി ഒന്നുമില്ല. ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മൂവിയാണ് ദിലീപിന്റെ പടം കാണാൻ. അങ്ങനെയാണ്, വൾഗാരിറ്റി കുറവാണ്, അതുണ്ടാവില്ല. കുട്ടികൾക്ക് വരെ തീർച്ചയായിട്ടും വന്ന് കാണാം. കുട്ടികളുടെ ചിത്രമാണ്. 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ വന്ന് കാണാം. നല്ലൊരു കോമഡി അപ്പൂപ്പന്മാർക്ക് വരെ വന്നിരുന്ന് കൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ശക്തമായ തിരിച്ചു ജനപ്രിയ നായകൻ. ജനപ്രിയനാണ് എന്നും മലയാള സിനിമയുടെ കിരീടം വെക്കാത്ത ജനപ്രിയ സിനിമ രാജാവ് തന്നെയാണ് ദിലീപേട്ടൻ. എന്തായാലും ആശംസകൾ. നല്ലൊരു മൂവി.